ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്തുകൊണ്ട് മച്ചാമാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മൾ തുടരും സിനിമ കണ്ടിരിക്കുകയാണ്. എന്നോ നഷ്ടപ്പെട്ട, സീരിയസ്ലി ഞാൻ പറയാം, എന്നോ നഷ്ടപ്പെട്ട ഒരു ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് തന്നെ ഞാൻ പറയാം. കാരണം നമ്മൾ കണ്ടു മറന്ന് കുറച്ച് ഇതുണ്ട്. അതായത് പുള്ളിയുടെ തന്മാത്ര, രസതന്ത്രം, അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ഒരു കഥയൊന്നും പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് ലാലേട്ടനെ കിട്ടി. ഞാൻ സീരിയസ്ലി ഞാൻ പറയാം, നല്ല അടിപൊളി പടം, കിടുപ്പടം. ഫസ്റ്റ് ഹാഫ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് ഇൻ്റർവെല്ലിൽ തീരുന്നത് സെക്കൻഡ് ഹാഫിലേക്കുള്ള ആ ഒരു കാര്യങ്ങളാണ്. സെക്കൻഡ് ഹാഫ് പൊന്നു മോനെ വേറെ ലെവല്. നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എന്തോ ഒന്ന് ആ ഒരു സെക്കൻഡ് ഹാഫിലുണ്ട്. എൻ്റെ പോലെ പൊളി സാധനം, ഒന്നും പറയാനില്ല, അടിപൊളി. ഇതിനകത്ത് എനിക്കൊരു നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ഒന്നുമില്ല. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇതിനകത്ത് എടുത്തു പറയാനൊരു നെഗറ്റീവോ കാര്യങ്ങൾ ഒന്നുമില്ല. പറയാനുള്ളതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്ന് ഒരു ലാലേട്ടൻ ആസ് എ ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കയറിക്കോ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് പഴയ ലാലേട്ടനെ നമുക്ക് കിട്ടി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം പുള്ളിയുടെ പെർഫോമൻസ് കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന പറയത്തില്ലേ, ചില സീൻ നമ്മൾ തന്മാത്ര, പിന്നെ അതുപോലെ ഭ്രമരം, അങ്ങനെയുള്ള സിനിമയിൽ പുള്ളി കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതെന്ന് പറയുന്നത് ഫാമിലി ബേസ്ഡുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇതാണ് ഇതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ തരുൺ മൂർത്തിയും പിന്നെ KR സുനിലും കൂടെയാണ് ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങൾ, ഇതിനകത്തുള്ള വില്ലനെ എടുത്ത് പറയണം. മോഹൻലാലും വില്ലനും ഇതിനകത്ത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വില്ലൻ പ്രകാശ് വർമ്മ, നമ്മുടെ മറ്റേ ഈ വോഡഫോണിൻ്റെ ആഡിൻ്റെ ഒരു സംഭവമൊക്കെ ചെയ്യുന്നതാണ് പുള്ളി. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അതാണ്. പക്ഷെ പുള്ളി ഉള്ളിൽ ഇങ്ങനൊരു കലാകാരൻ അല്ലെങ്കിൽ ഇങ്ങനൊരു വില്ലൻ ഉണ്ടെന്നുള്ളത് തരുൺ മൂർത്തി അറിഞ്ഞു. ഇങ്ങനൊരു വില്ലനെയും ഇങ്ങനൊരു സിനിമയും നിർമ്മിച്ചതിന് തരുൺ മൂർത്തി ബ്രോ പൊളി എന്ന് തന്നെ പറയത്തുള്ളൂ. അസിലായി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ആ 2.25 മണിക്കൂർ പടം സിനിമ കാണുമ്പോൾ തന്നെ എന്തുവാടാ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്, നമ്മൾ ആ ഒരു ഫീല്. കാരണം എന്തോ പറയുന്നത്, മുണ്ട് മടക്കി മാസ് കാണിക്കൊന്നും അല്ല, പക്ഷേ പുള്ളി കാണിക്കുന്ന ഓരോ അഭിനയത്തിനും ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഞാൻ സീരിയസ്ലി പറഞ്ഞത്, തിയേറ്ററിൽ ഇരുന്നപ്പം പുള്ളി കാണിക്കുന്ന അഭിനയത്തിന് അവിടെ കൈയടിച്ച്. അല്ലാതെ പണ്ട് മുണ്ടും മടക്കി മറ്റേ മാസം കാണിച്ച് ഇതും കാണിച്ച് വരുന്നതിനൊന്നിനുമല്ല. അവിടെ കണ്ടവർ ഓരോരുത്തർ പുള്ളിയുടെ അഭിനയത്തിന് കൈയടിച്ച്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് പുള്ളിയുടെ റേഞ്ച് എന്തുവാന്ന്. അങ്ങനെ ഒരു ലാലേട്ടനാണ് നമുക്ക് കിട്ടിയത്. എന്നാലും പടം എനിക്ക് ഒരുപാട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കയറിക്കോ, പോയി കണ്ടോ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നമ്മുടെ അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.